പനച്ചേർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയുടെ 33ാമത് രക്തസാക്ഷി അനുസ്മരണ യോഗം നടത്തി. DCC വൈസ് പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് പടവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ശ്രീ അനീഷ് മണ്ണൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോൺഗ്രസ് നേതാക്കൾ ശ്രീ ജോയി തോമസ്, ജോയി ഈഴക്കുന്നേൽ, ജോമോൻ തെക്കേൽ, ബാബു തെക്കേൽ, ജെയ്മോൻ കോഴിമല എന്നിവർ പ്രസംഗിച്ചു. 1984 പൊതു തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെന്റ് കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രാജീവ് ഗാന്ധി അധികാരത്തിലെത്തിച്ചു. മത്സരിച്ച 491-ൽ 404 സീറ്റുകൾ കരസ്ഥമാക്കിയാണ് അത്തവണ കോൺഗ്രസ് വിജയിച്ചത്. രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഒട്ടനവധി നവീന പദ്ധതികൾ നടപ്പിലാക്കുകയുണ്ടായി. വിദ്യാഭ്യാസ രംഗത്തും ആശയവിനിമയ സാങ്കേതികവിദ്യാ രംഗത്തുമെല്ലാം പുതിയ ആശയങ്ങൾ നടപ്പിലാക്കി അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും രാജീവ് ഗാന്ധി ശ്രദ്ധിച്ചു. അയൽരാജ്യങ്ങളായ മാലിദ്വീപിലും ശ്രീലങ്കയിലും ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇന്ത്യ സൈനികമായി ഇടപെട്ടത് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. 1987 ബൊഫോഴ്സ് വിവാദം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കരുനിഴൽ വീഴ്ത്തി. 1991 പൊതു തിരഞ്ഞെടുപ്പ് വരെ രാജീവ് ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായി തുടർന്നു. 1991 പൊതു തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് LTTE തീവ്രവാദികളാൽ വധിക്കപ്പെട്ടു. കാലം കടന്നുപോയിട്ടും ഇന്നും ഇന്ത്യയിലുള്ള ഓരോ മനുഷ്യന്റെ മനസ്സിലും നല്ല നേതാവിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്നു. കെട്ടുപാടുകളിൽ നിന്നും സ്വതന്ത്രമാക്കി CDOTനെ സ്വന്തമായി ലക്ഷ്യങ്ങൾ നിർവചിക്കാനും അത് നേടിയെടുക്കാനും തക്ക കഴിവുള്ള ഒരു ഗവേഷണ വികസന സ്ഥാപനമാക്കുകയായിരുന്നു രാജീവ് ഗാന്ധിയുടെ ലക്ഷ്യം. ഇന്ത്യയിൽ ആശയവിനിമയ രംഗത്ത് ഒരു നവ ആശയമായിരുന്ന പബ്ലിക് കോൾ ഓഫീസുകൾ നടപ്പിലാക്കിയത് സാങ്കേതികവിദ്യ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള രാജീവ് ഗാന്ധിയുടെ ഇച്ഛാശക്തിയായിരുന്നു. ന്യൂസ് ഡെസ്ക് ഇടുക്കി.